വാട്സപ്പും ഒക്കെ സക്കർബർഗിന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെടുമോ എന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ലോകം. കാരണം എന്തെന്നാൽ സോഷ്യൽ മീഡിയ രംഗത്ത് എതിരാളികളില്ലാതെ വളർന്നു വരുന്ന മെറ്റയ്ക്ക് സ്വീകാര്യത നേടിക്കൊടുത്ത ഇൻസ്റ്റഗ്രാമും വാട്സപ്പും ഒക്കെ ചിലപ്പോൾ നഷ്ടമായേക്കാവുന്ന ഒരു വിശ്വാസവഞ്ചന കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ ഏറ്റെടുത്ത സക്കർബർഗിന്റെ കമ്പനി US ഫെഡറൽ ട്രേഡ് കമ്മീഷൻ അഥവാ FTC ആരംഭിച്ച കേസിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഉപയോക്തൃ അനുഭവം മെച്ചപ്പെടുത്താനും മറ്റുമായി മാതൃകമ്പനിയായ ഫേസ്ബുക്കിന്റെ പേര് 2021 മെറ്റ എന്നാക്കിയതോടൊപ്പം സക്കർബർഗ് മെറ്റാവേഴ്സ് എന്ന ആശയവും കൊണ്ടുവന്നു. 1992 നീൽ സ്റ്റീഫൻസൺ എഴുതിയ സ്നോ ക്രാഷ് എന്ന സയൻസ് ഫിക്ഷൻ നോവലിലാണ് മെറ്റാവേഴ്സ് എന്ന പദം ഉപയോഗിക്കുന്നത്. വിർച്വൽ റിയാലിറ്റിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഇന്റർനെറ്റ് ലോകമാണ് ഇതെന്ന് ചുരുക്കി പറയാം. കാർട്ടൂണുകളിലെയോ ഓൺലൈൻ ഗെയിമുകളിലെയോ കഥാപാത്രങ്ങളായി നമുക്ക് മാറാനും ഇവിടെ എളുപ്പം തന്നെ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വിർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് ഇന്റർനെറ്റിന്റെ സാധ്യതകൾ അനുഭവിച്ചറിയാനും ഇതിലൂടെ സാധിക്കും. എന്നാൽ സക്കർബർഗ് ഇൻസ്റ്റഗ്രാമും വാട്സപ്പും ഏറ്റെടുത്തതിൽ ദുരൂഹത ഉണ്ടെന്നാണ് FTC ആരോപിക്കുന്നത്. ഇൻസ്റ്റഗ്രാമും വാട്സപ്പും വാങ്ങുന്നതിനു വേണ്ടി വിപണിയിലെ ആധിപത്യം ദുരുപയോഗം ചെയ്തു എന്നാണ് ഫെഡറൽ ട്രേഡ് കമ്മീഷന്റെ മെറ്റയ്ക്കെതിരായ ആരോപണം. 2012 മെറ്റ ഇൻസ്റ്റഗ്രാമിനെയും പിന്നീട് വാട്സപ്പിനെയും ഏറ്റെടുത്തത് സോഷ്യൽ മീഡിയ രംഗത്തെ വലിയ കുത്തകയായി മാറാനായിരുന്നു എന്നുമായിരുന്നു ആരോപണങ്ങൾ. ഒപ്പം എതിരാളികളെ പൂർണ്ണമായി വാങ്ങുകയോ അല്ലെങ്കിൽ ഇല്ലാതാക്കുകയോ ചെയ്യുകയായിരുന്നു മെറ്റയുടെ നയമെന്നും FTC വ്യക്തമാക്കി. ഇൻസ്റ്റഗ്രാം ഒരു തരത്തിൽ ഫേസ്ബുക്കിന് വെല്ലുവിളിയായിരുന്നെന്നും അത് ഒഴിവാക്കാനാണ് ഇൻസ്റ്റഗ്രാമിനെ ഏറ്റെടുത്തതെന്നും വ്യക്തമാക്കുന്ന സക്കർബർഗിന്റെ ഇമെയിലുകളായിരുന്നു ഇതിനായി FTC നിരത്തിയ തെളിവുകൾ. എന്നാൽ വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം എന്നിവ തനിക്ക് എതിരാകുമോ എന്ന ആശങ്ക ഇല്ലായിരുന്നു എന്നാണ് സക്കർബർഗ് പറഞ്ഞത്. ഏറ്റെടുത്തതിന് ശേഷമാണ് അവ മെച്ചപ്പെട്ടതെന്നും FTC പറയുന്നത് പോലെ ഈ മേഖലയിലെ കുത്തകയായി മാറാനോ അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ പിടികൂടി നശിപ്പിക്കുന്നതോ അല്ല തന്റെ ലക്ഷ്യമെന്നായിരുന്നു സക്കർബർഗിന്റെ പ്രതികരണം. മെറ്റ ഏറ്റെടുത്തതിന് ശേഷം ഇൻസ്റ്റഗ്രാമിനും വാട്സപ്പിനും വലിയ രീതിയിലുള്ള വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിലും കേസ് പരാജയപ്പെട്ടാൽ ഇൻസ്റ്റഗ്രാമും വാട്സപ്പും വിൽക്കേണ്ടി വരുമെന്നതും മറ്റൊരു വസ്തുതയാണ്.